സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗും ഗുരുഭ്യോ നമഃ. ഗം ഗണപതയേ നമഃ. സം സരസ്വത്യൈ നമഃ. എല്ലാവർക്കും നമസ്കാരം. ദശമസ്കന്ധം വരെയാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇനി ഏകാദശ സ്കന്ധമാണ് ആരംഭിക്കുന്നത്. ഏകാദശ സ്കന്ധത്തിൻ്റെ ലക്ഷണം മുക്തിയാണ്. മുക്തിർഹിത്വ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. അജ്ഞാനത്തിൽ നിന്ന് ജനിച്ച അനാത്മഭാവത്തെ ഉപേക്ഷിച്ച് ആത്മാവ് സ്വസ്വരൂപത്തിൽ ചേരുന്നതാണ് മുക്തി. ആത്മാവ് യഥാർത്ഥത്തിൽ നിജസ്വരൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവിദ്യ കൊണ്ട് അതറിയണില്ല. ഈ അവിദ്യ മാറി ആത്മാവ് ബ്രഹ്മത്തിൽ ലയിക്കുന്നതാണ് മുക്തി. ആ മുക്തിയാണ് ഇവിടെ വിവരിക്കുന്നത്. അവതാര ലക്ഷ്യം പൂർത്തിയായോ എന്ന് ഭഗവാൻ സ്വയം ചിന്തിക്കുകയാണ്. ഭൂമിദേവിയോട് പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടുവോ? ദേവിക്ക് സഹിക്കവയ്യായിരുന്നു. ഈ അസത്യവാദികളെയാണ് ഒട്ടും സഹിക്കാൻ പറ്റാതെ വന്നത്. അസത്യവാദികൾ, അധർമ്മികൾ, അക്രമികൾ, ഇവരുടെ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി മറ്റു ദേവന്മാരോടുകൂടി കരഞ്ഞു പ്രാർത്ഥിച്ചാണ് ഭഗവാൻ അവതരിച്ച് ഈ ദുഃഖം തീർക്കാമെന്ന് വാക്ക് കൊടുത്തത്. അനവധി അസുരന്മാരെ നിഗ്രഹിച്ചും ഭാരതയുദ്ധത്തിൽ അനവധി ദുഷ്ടന്മാരെ നിഗ്രഹിച്ചു. തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രലംബ ബഗചാണൂര തൃണാവർത്ത മഹാശനൈഹി മുഷ്ടിക അരിഷ്ടദ്വിവിധ പൂതന കേശി ധേനുകൈ അന്യൈശ്ച അസുരഭൂപാലൈർ ബാണഭൂമാതിബിർ ഹരേ യദൂനാം കഥനം ചക്രേ ബലിം ആഗത സംശയ. പൂതന മുതൽ തുടങ്ങിയതാ. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ അനവധി അസുരന്മാരെ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായിട്ട് നിഗ്രഹിച്ചു. ഇതുകൂടാതെ ഭാരതയുദ്ധത്തിൽ അനവധി പേര് കൊല്ലപ്പെട്ടു. ദുര്യോധന പക്ഷത്തുണ്ടായിരുന്ന സൈന്യത്തിൽ 3 പേരിൽ ബാക്കി മുഴുവൻ പേരും വധിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ ഭൂഭാരം നശിപ്പിച്ചു. എന്നാൽ ഇത്രയെല്ലാം ആയിട്ടും തൻ്റെ തന്നെ പുറമെയുള്ളതോ എല്ലാ ദുഷ്ടന്മാരെയും നിഗ്രഹിച്ചെങ്കിലും ഭഗവാൻ നോക്കുമ്പോൾ തൻ്റെ തന്നെ വംശത്തിൽ ദുഷ്ടത വളർന്നു വന്നുകൊണ്ടിരിക്കണം. ഇപ്പം തൻ്റെ തന്നെ വംശത്തിൽ ദുഷ്ടന്മാർ ബാക്കിയുള്ളത് കൊണ്ട് പറഞ്ഞ വാക്ക് പൂർണ്ണമായിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ശാപവ്യാജേന അതുകൂടി നശിപ്പിക്കണമെന്നായിരുന്നു അവിടുത്തെ സങ്കല്പം. അതാണ് ഭഗവാന്റെ മഹിമയാണ്. ഭഗവാനിപ്പോൾ സ്വന്തമെന്നോ ബന്ധമെന്നോ സ്വന്തം മക്കളെന്നോ ഇങ്ങനെയൊരു വ്യത്യാസമില്ല. എല്ലാവരോടും ഒരേപോലെ കാണുന്നു. ലോകൈകമോഹനമായ സ്വരൂപം, മനോഹരമായ വാക്കുകൾ, അതിസുന്ദരങ്ങളായ തൃപ്പാദ ചിഹ്നങ്ങൾ, ഇവയൊക്കെ കൊണ്ട് സർവരെയും സർവേന്ദ്രിയങ്ങളെയും തന്നിലേക്ക് അവിടെ നിന്ന് ആകർഷിച്ചു കഴിഞ്ഞു. ഇനി ഭാവിയിൽ ഇതൊക്കെ പാടി നടന്നുകൊണ്ട് ആനന്ദം അനുഭവിക്കാം. അങ്ങനെ നിത്യാനന്ദം അനുഭവിച്ച് ഈ ഭൂമിയിൽ സഞ്ചരിച്ച് ജീവിതം കഴിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ്.
ആ ഭഗവത് ലീലകളെ പാടിയും കേട്ടും വിചാരം ചെയ്തും നിത്യാനന്ദം അനുഭവിക്കാം. അതിനുള്ള മാർഗം ഭഗവാൻ ലോകത്തിനായിട്ട് തുറന്നു വച്ചു കൊടുത്തു. എന്നാൽ ഇനി ഈ യാദവകുലം മാത്രമേ ഇപ്പോൾ ഈ ഐശ്വര്യത്തിൽ ഇങ്ങനെ നിൽക്കണു. അഹങ്കാരം ഏറെയുണ്ട് താനും. അപ്പോൾ അവരിലെ ആ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാതെ പോയാൽ ഭഗവാൻ എന്ന തൻ്റെ വാക്ക് സാർത്ഥകമാവില്ല. ദേവിയോട് പറഞ്ഞ വാക്ക് പാലിക്കപ്പെടില്ല. അതുകൊണ്ട് അവരുടെയും നാശം ഭഗവാന്റെ തന്നെ ഇച്ഛയാണ്. അപ്പോഴാണ് ആ യാദവനാശത്തിനായിട്ടുള്ള സാഹചര്യം വന്നു ചേർന്നു എന്നാണ്. പരമഭാഗവതന്മാരും പരമജ്ഞാനികളുമായിട്ട് അനാവധി ഋഷീശ്വരന്മാർ ഭഗവത് ദർശനത്തിനായിട്ടൊരിക്കൽ ദ്വാരകയിൽ വന്നു എന്നാണ്. പിന്നെ ഭഗവത് ദർശനമൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ അനുവാദത്തോടു കൂടി തന്നെ അവർ മടങ്ങിപ്പോണു. അപ്പോഴാണ് വേഷപ്രച്ഛന്നരായിട്ട് ദ്വാരകയിൽ ഒരു ഉത്സവത്തെ നടക്കണു. അവിടെ അതിൽ പങ്കുചേരാനായിട്ട് പോകുന്ന ഭഗവത് പുത്രന്മാർ എതിരെ നിന്ന് വരുന്ന ഈ മഹർഷിമാരെ കണ്ടപ്പോൾ ഒരു തോന്നലുണ്ടായി, ഇവർക്ക് വല്ലതും അറിയാമോ എന്നൊന്ന് പരീക്ഷിച്ചാൽ കൊള്ളാമെന്ന്. ഭഗവത് പുത്രനായ സാമ്പൻ സ്ത്രീവേഷമാണ് കെട്ടിയിരിക്കുന്നത്, ഗർഭിണിയുടെ വേഷം. ചോദിച്ചു, ഇവൾ എന്ത് പ്രസവിക്കും? തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചതാണെന്ന് മനസ്സിലാക്കിയ ആ മഹർഷിമാർ ഉടനെ ഉത്തരം പറഞ്ഞു, മുസലം കുലനാശനം, ഒലക്ക, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വംശം നശിക്കുകയും ചെയ്യും. മറുപടിയും ശാപവും ഒപ്പം വന്നു എന്നാണ്. പേടിച്ചുപോയ യാദവന്മാർ ഗൃഹത്തിൽ ചെന്ന് സാമ്പൻ്റെ വേഷം അഴിച്ച് വയ്ക്കുമ്പോഴാണ് ഒരു ഇരുമ്പുലക്ക. പേടിച്ചുപോയി. നീ എന്തു ചെയ്യും? ആളുകൾ കേട്ടാൽ എന്തു പറയും? ഭഗവാൻ ഇതറിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ പ്രതികരണം? ഉഗ്രസേനെ സമീപിച്ച് വിവരം പറഞ്ഞു, ഇങ്ങനെ സാമ്പൻ ഒരു ഇരുമ്പുലക്ക ആ ഉദരത്തിൽ നിന്നും പുറത്തു വന്നു. സാമാന്യം വലിപ്പമുണ്ടായി. എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴാണ് ആ ഉഗ്രസേന മഹാരാജാവ് പറഞ്ഞത്, രാഗി പൊടിച്ച് സമുദ്രത്തിൽ എറിഞ്ഞോളാൻ പറഞ്ഞു. ഭഗവാന്റെ അടുക്കൽ പറയുകയോ അഭിപ്രായം തേടുകയോ ചെയ്തില്ല. ആ ഉഗ്രസേനൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പിന്നെ ഉലക്കരാകുന്ന പണിയാണ് ചെയ്തത്. ആ ഉലക്ക രാഗി 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 പൊടിയാക്കി പിടുത്തം കിട്ടാത്ത അവസാനത്തെ ഒരു കഷണവും ഉണ്ടായി. ഈ പൊടികളും ഈ കഷണവും സമുദ്രത്തിലേക്ക് ഇട്ടു. തിരമാലകളിൽ ഈ പൊടികളൊക്കെ കരക്കടിഞ്ഞു. അതവിടെ മുളയ്ക്കാൻ തുടങ്ങി. ഏരകപ്പുല്ലുകളായിട്ട് മുളച്ച് അത് വലുതാകാൻ തുടങ്ങണു. ഒരു ചെറിയ കഷണം കൂടി എറിഞ്ഞു എന്ന് പറഞ്ഞു. ആ കഷണത്തെ ഒരു മത്സ്യം വിഴുങ്ങി. മത്സ്യത്തെ ഒരു മുക്കുവൻ പിടിച്ചു. ആ മുക്കുവൻ ആ മത്സ്യത്തേക്ക് എറി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലൊരു ഇരുമ്പ് കഷ്ണം. അതൊരു വേടന് സമ്മാനിച്ചു എന്നാണ്. ജര എന്നൊരു വേടന് സമ്മാനിച്ചു. ആ ജര ആ ഇരുമ്പ് കഷ്ണം കൊണ്ട് തൻ്റെ അമ്പിൻ്റെ തലപ്പ് കൂർത്തിരിക്കുന്ന ഭാഗം, അതിൻ്റെ പേരാണ് ശല്യം. ആ ഇരുമ്പ് കഷ്ണം കൊണ്ട് അമ്പിൻ്റെ അഗ്രഭാഗം ഉണ്ടാക്കി നോക്കിക്കഴിച്ചപ്പോൾ നല്ല ഒരു അമ്പ്. നല്ലൊരു ഇരയെ കണ്ടാൽ ഇത് ഉപയോഗിക്കാമെന്ന് കണക്കാക്കിക്കൊണ്ട്, പ്രയോഗിക്കാമെന്ന് കണക്കാക്കിക്കൊണ്ട് മാറ്റി വച്ചു. ഏരകപ്പുല്ലുകൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണു.
ഭഗവാനോട് മാത്രം ആരും ഒന്നും പറഞ്ഞില്ല. എന്നാൽ എല്ലാം അറിയുന്ന ഭഗവാന്റെ തന്നെ നിശ്ചയമാണിതെല്ലാം. ഭഗവാൻ ജ്ഞാതസർവാർത്ഥ ഈശ്വരോപി തദന്യഥാ കർത്തും നൈച്ഛൽ വിപ്രശാപം കാലരൂപ്യന്വമോദത. എല്ലാം അറിയുന്ന ഭഗവാൻ ഈ മുനിശാപത്തെ വേണമെങ്കിൽ അന്യഥാകരിക്കാൻ ഭഗവാന് സാധിക്കും. എന്നാൽ അങ്ങനെ ചെയ്തില്ല. പകരം കാലരൂപിയായിട്ട് വന്ന ആ ശാപത്തെ അനുമോദിക്കുകയും ചെയ്തു. തൻ്റെ തന്നെ ഇച്ഛയെ നടപ്പാക്കാൻ വന്ന ആ കാലരൂപിയായി വന്ന ശാപത്തെ അനുമോദിച്ചു. ഭൂഭാരം തീർക്കണമെന്നുള്ളത് അവിടുത്തെ അവതാര ലക്ഷ്യമാണ്. അങ്ങനെ ഈ ഭൂമിക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാക്കി കൊടുക്കണം. അതിനായി വന്ന കാലരൂപിയായി വന്ന ആ ശാപത്തെ ഭഗവാൻ അനുമോദിച്ചു. ഭഗവാനോട് ഭഗവത് പുത്രന്മാരും ബന്ധുക്കളും ഒന്നും ഇക്കാര്യം പറഞ്ഞില്ലെങ്കിലും അവരെയൊക്കെ വിളിച്ചു പറഞ്ഞു, ശാപഗ്രസ്തരാണ് നിങ്ങൾ. ഈ ശാപത്തിൽ നിന്ന് നിങ്ങൾ കരകയറണമെങ്കിൽ തീർത്ഥസ്നാനം ചെയ്യണം. ഇത് കേട്ട എല്ലാവരും, ഒരാളൊഴികെ സകലരും പ്രഭാസ തീർത്ഥത്തിലേക്ക് ഓടി. അവർ അതിൽ കുളിച്ച് കയറി വന്നപ്പോൾ അവർക്ക് തോന്നി ശാപമൊക്കെ തീർന്നു, ഇനി ആഘോഷിക്കാമെന്ന് തോന്നി. അങ്ങനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അവർ മദ്യശാലയിലേക്ക് പോയി. മദ്യം സേവിച്ച് മതോന്മത്തരായി തമ്മിൽ കലഹിക്കാൻ തുടങ്ങി. വാക്കേറ്റം മൂത്ത് കയ്യേറ്റമായി. അങ്ങനെ കലഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ഇതെല്ലാം കണ്ടിട്ടും ഇതിനെ തടയാൻ സാധിച്ചിട്ടും ഒന്നും ചെയ്യാതെ അനങ്ങാതെ ഇരിക്കണു. അപ്പോഴാണ് ഒരാൾ മാത്രം പോയില്ലെന്ന് പറഞ്ഞു. ആളാണ് ഭഗവാന്റെ സന്തത സഹചാരിയും യാദവന്മാരുടെ മന്ത്രിയൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ഉദ്ധവർ, ബൃഹസ്പതി ശിഷ്യനുമാണ്. ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാൽ ഉദ്ധവോ ബുദ്ധിസത്തമ. ആ ഉദ്ധവരെ ഭഗവാനോട് ചോദിക്കുകയാണ്, അവിടുത്തെ പുത്രന്മാരും ബന്ധുക്കളും ഒക്കെ തമ്മിൽ തല്ലി മരിക്കുന്നത് കാണുന്നില്ലേ അവിടുന്ന്? എന്തേ അങ്ങ് തടയാത്തത്? അവിടെ നിന്ന് എന്തോ നിശ്ചയിച്ചു ഉറച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയണം, ഉദ്ധവ, നശിക്കേണ്ടതൊക്കെ നശിക്കും, ഉണ്ടായതിനൊക്കെ നാശം ഉണ്ടാവും, ജനിച്ചവർക്കൊക്കെ മരണം ഉണ്ടാകും. അതിനെ തടയാൻ പാടില്ല. ഇതൊക്കെ കാലത്തിനനുസരിച്ച് സംഭവിക്കുക തന്നെ ചെയ്യും. അധികം വൈകുന്നതിന് മുൻപ് ഈ ദ്വാരക വെള്ളത്തിൽ മുങ്ങി നശിക്കും. ഞാൻ എൻ്റെ ഈ ശരീരം ഉപേക്ഷിച്ച് എൻ്റെ സ്വന്തം ധാമത്തിലേക്ക് പോകും. ഇത് കേൾക്കുമ്പോഴാണ് ഉദ്ധവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭഗവാനോട് പറയാണ്, അങ്ങ് പോകുകയാണെങ്കിൽ എന്നെ കൂടി കൂട്ടത്തിൽ കൊണ്ടുപോകണേ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു, പറ്റില്ല ഉദ്ധവ, ആർക്കും ആരെയും കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും. ആരും ജനിക്കുമ്പോഴും ഒരുമിച്ച് ജനിക്കണില്ല, മരിക്കുമ്പോഴും അങ്ങനെയില്ല. അതുകൊണ്ട് ആർക്കും ആരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല ഉദ്ധവ എന്ന് പറയുമ്പോൾ ആ ഉദ്ധവർ ഭഗവാനോട് ആവശ്യപ്പെട്ടു, അങ്ങ് ശരീരം ഉപേക്ഷിച്ചാൽ ആ നിമിഷം ഇവിടെ കലിയുഗം ആരംഭിക്കും. ഈ കലിയുഗത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ, അവരെ മോക്ഷത്തിലേക്ക് നയിക്കാനുള്ള ഉപദേശം എനിക്ക് തരണം. അതേപോലെ അവിടുത്തെ സാന്നിധ്യം ഇവിടെ എന്നും ഉണ്ടാകണം. ഇല്ല എങ്കിൽ സാധുജനങ്ങൾ എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിക്കുമ്പോൾ ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മോക്ഷമാർഗത്തെ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങണു. അപ്പോഴാണ്
ദ്വാരകയിൽ വസുദേവരുണ്ട്. മുൻപെങ്ങുമില്ലാത്ത ഒരു മരണഭയം. കംസന്റെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പോലും തോന്നാത്ത ഭയം ഇപ്പോൾ തന്നെ ബാധിച്ചിരിക്കുന്നു. എന്ത് ചെയ്താൽ ഈ ഭയത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നാരദ മഹർഷി വന്നു ചേർന്നു. ഇതാണ് വഴിമുട്ടി നിൽക്കുന്നവർക്ക് വഴി തെളിച്ചു കൊടുക്കുന്ന ഉത്തമനായ ഗുരുനാഥനാണ് ശ്രീനാരദ മഹർഷി. ആ മഹർഷിയെ പൂജിച്ച് സൽക്കരിച്ച് ചോദിക്കുകയാണ് വസുദേവർ, മഹർഷി അങ്ങിപ്പോൾ വന്നത് നന്നായി. എൻ്റെ മനസ്സ് വല്ലാതെ കലുഷിതമാണ്. മുൻപെങ്ങുമില്ലാത്ത ഒരു മരണഭയം എന്നെ ബാധിച്ചിരിക്കുകയാണ്. ദുർനിമിത്തങ്ങളും അനവധി കാണുന്നു. എന്തോ ആപത്ത് വരാൻ പോണതുപോലെ എനിക്ക് തോന്നണു. ഒരു സമാധാനവും ഇല്ല. വല്ലാത്ത ഭയം എന്നെ ബാധിച്ചിരിക്കുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗം? അങ്ങെനിക്ക് പറഞ്ഞു തരണം. എങ്ങനെ ഈ ഭയം നീക്കാൻ സാധിക്കും? പുത്രനായിട്ട് വന്നത് സാക്ഷാൽ ഈശ്വരനാണെന്നറിഞ്ഞിട്ടും ആ ഈശ്വരനെ ഞാൻ വേണ്ടതുപോലെ ഉപാസിച്ചില്ല. പുത്രനായിട്ട് മാത്രം കരുതി മായയിൽ മോഹിച്ചുപോയി. എന്തറിഞ്ഞാൽ, എന്ത് മനസ്സിലാക്കിയാൽ എല്ലാ തരത്തിലുള്ള ഭയവും നീങ്ങുമോ? അതെനിക്ക് അങ്ങ് പറഞ്ഞു തരൂ എന്ന് ശ്രീനാരദ മഹർഷിയോട് വസുദേവർ ആവശ്യപ്പെട്ടു. എല്ലാ തരത്തിലുള്ള ഭയനിവൃത്തിയുമാണല്ലോ അങ്ങ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം ഭാഗവത ധർമ്മമാണ് പറഞ്ഞു തരേണ്ടത്. ഇതേ ചോദ്യം പണ്ട് നിമി മഹാരാജാവിൻ്റെ സത്രശാലയിൽ എത്തിച്ചേർന്ന നവയോഗികളോട് നിമി ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് അവർ പറഞ്ഞു കൊടുത്ത മറുപടി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. പാർഷഭ ദേവപുത്രന്മാരായ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ നവയോഗികളാണ്. ആ യോഗീശ്വരന്മാർ നിമി മഹാരാജാവിന് പറഞ്ഞു കൊടുത്ത ഉത്തരത്തെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങ് യഥാർത്ഥത്തിൽ ചോദിച്ചത് ഭാഗവത ധർമ്മത്തെക്കുറിച്ചാണ്. ഭഗവത് കഥകൾ കേൾക്കുക, അനുഷ്ഠിക്കുക. ഭാഗവത ധർമ്മം അനുഷ്ഠിക്കാനുള്ളതാണ്. അവയെ അനുമോദിക്കുക. ഇത്രയും ചെയ്താൽ പരിശുദ്ധനാകും. എന്ന് പറഞ്ഞിട്ട് ആ നിമി മഹാരാജാവുമായിട്ടുണ്ടായ, യോഗീശ്വരന്മാരും നിമി മഹാരാജാവും തമ്മിലുണ്ടായ സംഭാഷണത്തെ ഓർത്തുകൊണ്ട് പറയാൻ തുടങ്ങി. നിമി ചോദിച്ചു, മഹാത്മാക്കളായ ഋഷഭ ദേവപുത്രന്മാരോട്, യോഗീശ്വരന്മാരോട് പറയാണ്, നിങ്ങളെപ്പോലുള്ളവരെ കണ്ടു കിട്ടുക അത്ര എളുപ്പമല്ല. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. മനുഷ്യജന്മം കിട്ടുക എളുപ്പമല്ല. ക്ഷണികമാണെങ്കിലും അത് കിട്ടൽ എളുപ്പമല്ല.
അനവധി ജന്മങ്ങൾക്ക് ശേഷം ഭഗവത് കൃപ വരുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ഒരു ജീവന് കിട്ടാവുന്നതിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം. ബ്രഹ്മാവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും. എന്നാൽ ആ മനുഷ്യജന്മം കിട്ടൽ എളുപ്പമല്ല. അതിനേക്കാൾ പ്രയാസമാണ് പരമഭാഗവതന്മാരുടെ ദർശനവും അവരെ കൂടെ കൂടെ ദർശിക്കാൻ സാധിക്കുന്നത്. തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠപ്രിയ ദർശനം. ഭഗവത് ഭക്തന്മാരെ, ജ്ഞാനികളെ, മഹാത്മാക്കളെ ജീവിതത്തിൽ കണ്ടുമുട്ടണത്, സജ്ജനങ്ങളെ കണ്ടുമുട്ടണത് ജന്മം കിട്ടുന്നതിനേക്കാൾ പ്രയാസമാണ്. മര്യാദക്കാരെ കണ്ടുകിട്ടാൻ എളുപ്പമല്ല എന്നർത്ഥം. അതുകൊണ്ട് അത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോനഘ സംസാരേസ്മിൻ ക്ഷണാർത്ഥോപി സത്സംഗശേവധിർ നൃണാം. ആ മഹാത്മാക്കളോട് നിമി ചോദിക്കുകയാണ്, ആത്യന്തികമായ ശ്രേയസ് എന്താണ്? ഇത്തിരി നേരത്തെ, ക്ഷണനേരത്തെ സത്സംഗം പോലും മനുഷ്യർക്ക് ഒരു മഹാനിധിക്ക് തുല്യമാണ്. സത്സംഗ ശേവധിർ നൃണാം. എത്ര നേരം? ക്ഷണാർത്ഥം. അരനിമിഷത്തെ സത്സംഗം പോലും നിധിയാണ്. എന്ന് നിമി മഹാരാജാവ് പറഞ്ഞു കേട്ട് അത്യധികം സന്തുഷ്ടരായിട്ട് ആ യോഗീശ്വരന്മാർ മറുപടി പറഞ്ഞു കൊടുത്തു എന്ന് ശ്രീനാരദ മഹർഷി വസുദേവരോട് പറയുകയാണ്. ഇവിടെ നടക്കുന്നത്, ദ്വാരകയിൽ നടക്കുന്നത്, നാരദ മഹർഷിയും വസുദേവരും തമ്മിലുള്ള സംഭാഷണം. നേരത്തെ നിമിയും യോഗീശ്വരന്മാരും തമ്മിലുള്ള സംഭാഷണത്തെ ഓർത്തുകൊണ്ടാണ് പറയുന്നത്. ആദ്യം ഈ ചോദിച്ച ചോദ്യത്തിന് വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു കൊടുത്തു. മന്യേ കുതശ്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേരസദാത്മഭാവാൽ വിശ്വാത്മനാ യത്ര നിവർത്തതേ ഭീ. എല്ലാ തരത്തിലുള്ള ഭയനിവൃത്തിക്ക് ഒറ്റ മാർഗമുള്ളൂ. ഭഗവത് പാദാരവിന്ദങ്ങളെ എന്തു ചെയ്യണം? നിരന്തരം ഉപാസിക്കുക. ശ്രീകൃഷ്ണ ത്വൽ പദോപാസനം അഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേർ മർത്യസ്യാർത്ഥസ്യ മന്യേ വ്യസരതി ഭയം യേന സർവാത്മനൈവ. വേറെ മാർഗമൊന്നുമില്ല. ത്വൽ പദോപാസനം അഭയതമം. അവിടുത്തെ പാദാരബിന്ദങ്ങളെ ഉപാസിക്കുക നിരന്തരം. അപ്പം ആ നിരന്തര സ്മരണ തന്നെയാണ് എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം. പലതരത്തിലാണ് ഭയം. ചിലർക്ക് മരണഭയം, ചിലർക്ക് രോഗഭയം, ചിലർക്ക് ശത്രുഭയം. എപ്പോഴും ഭയം തന്നെയാണ്. സൗന്ദര്യം ഉണ്ടായ ഭയം, അത് പോയാലോ എന്നുള്ള ഭയം, എന്തെങ്കിലും കഴിച്ചാൽ അസുഖം വരുമെന്ന് ഭയം, എന്തും എപ്പോഴും ഭയമാണ്. ഭോഗേ രോഗഭയം, കുലേ ചുതി ഭയം. എന്തെങ്കിലും സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ എന്തെങ്കിലും അസുഖം വന്നാലോ എന്ന് പേടിക്കണം. നല്ല കുലത്തിൽ പിറന്നു കഴിയുമ്പോൾ ഒരു പേടി. ആരെങ്കിലും ആ കുലത്തിലുള്ളവർ കുലധർമ്മം വെടിഞ്ഞ് പ്രവർത്തിച്ചാൽ കുലത്തിൻ്റെ മഹിമ നഷ്ടപ്പെടൂലോ എന്ന് പേടിക്കും. അപ്പോൾ തന്നെയും ബാധിക്കും. അങ്ങനെ പേടി. സൗന്ദര്യം ഉണ്ടായാൽ അപ്പോഴും പേടി. ഇത് കുറച്ച് കഴിയുമ്പോൾ ക്ഷയിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കില്ലേ എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോഴും പേടി. ധനം ഉണ്ടായ പേടി, കള്ളന്മാരടിച്ചുകൊണ്ട് പോയാലോ എന്നുള്ള പേടി. എപ്പോഴും പേടിയാണ്.
അപ്പം അങ്ങനെ ഏതു തരത്തിലുള്ള ഭയമാണെങ്കിലും അതിൽ നിന്ന് നിവൃത്തി വരാൻ ഭയനിവൃത്തിക്ക് ഒറ്റ മാർഗമുള്ളൂ. അച്യുതസ്യ പാദാംബുജോപാസനം അത്ര നിത്യം. അതെങ്ങനെ? കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാനുസൃത സ്വഭാവാൽ കരോതി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തൽ. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചിത്തം കൊണ്ടോ പൂർവ സംസ്കാരമനുസരിച്ച് ഏതെല്ലാം കർമ്മം ചെയ്യുന്നുവോ അതെല്ലാം ആ പരപുരുഷനായ നാരായണൻ എന്ന നിലയിൽ സമർപ്പിക്കണം. എല്ലാം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുക. എന്നിട്ട് സ്വസ്ഥമായിട്ട് ഭഗവത് കഥകളെ കേൾക്കുക, കീർത്തിക്കുക, അനുമോദിക്കുക, വിചാരം ചെയ്യുക. ആരെ പോലെ? ഒരു ദൂരയാത്ര പോകുന്ന ഒരാൾ യാത്രയ്ക്ക് പോകുമ്പോൾ, ഇപ്പോൾ തീവണ്ടിയിലാണ് പോകണമെങ്കിൽ അയാൾ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി കൊണ്ടുപോകും. അപ്പോൾ അത് ചുമന്നുകൊണ്ടാണ് പോണത് ഏതെങ്കിലും വിധത്തിൽ. എന്നാൽ ആ ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ അയാളുടെ സീറ്റിൽ ഇരിക്കുന്നതിന് മുൻപ് ഈ ലഗേജ് വയ്ക്കേണ്ട സ്ഥാനത്ത് തൻ്റെ പെട്ടി വച്ച് സ്വസ്ഥമായിട്ട് തൻ്റെ സീറ്റിലിരുന്ന് യാത്ര ചെയ്താൽ ആ യാത്ര സുഖമായിരിക്കും. അതിന് പകരം സീറ്റിലിരിക്കുമ്പോഴും ആ പെട്ടി തൻ്റെ തലയിൽ വച്ചുകൊണ്ടിരുന്നാൽ യാത്ര സുഖാവോ? അപ്പം യാത്ര ചെയ്യുന്നവൻ യാത്രയിലേക്ക് ആവശ്യമായ ലഗേജ് ആ ലഗേജ് സൂക്ഷിക്കേണ്ട സ്ഥലത്ത് വച്ച് സ്വസ്ഥമായിരുന്ന് യാത്ര ചെയ്താൽ മാത്രമേ യാത്രയുടെ സുഖം, സഞ്ചാരത്തിൻ്റെ സുഖം അനുഭവിക്കാൻ പറ്റൂ. ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഹിക്കുന്ന ഭാരമാണ്, ലഗേജാണ് ജീവിതഭാരം. ഈ ജീവിതഭാരത്തെ തലയിൽ കൊണ്ടു നടന്നാൽ ഒരാൾക്കും സ്വസ്ഥമായിട്ട് ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല. ആ ജീവിതഭാരത്തെ ഭഗവത് പാതാരബിന്ദങ്ങളിൽ ഇറക്കി വയ്ക്കണം. എന്നിട്ട് ഈ ജീവിതം ആസ്വദിക്കൂ. എല്ലാം ഇറക്കി വയ്ക്കാനുള്ള അത്താണിയാണ് ഭഗവാന്റെ പാദമെന്ന് മനസ്സിലാക്കൂ. വേറൊന്നല്ല. പണ്ടൊക്കെ യാത്രക്കാർക്ക് വഴിക്ക് പോകുന്ന തലച്ചുമട്ടുകാരുണ്ട്. അവർ നടന്നാണ് പോണത്. അപ്പോൾ കുറേ ചുമന്ന് കഴിയുമ്പോൾ ക്ഷീണിക്കും. അങ്ങനെ ക്ഷീണിക്കുമ്പോൾ ആ ചുമട് ഇറക്കി വയ്ക്കാനുള്ള സ്ഥലമായിരുന്നു അത്താണികളെന്ന് പറയണത്. അപ്പോൾ അതിലിറക്കി വച്ചിട്ട് അവരിന്ന് വിശ്രമിച്ച് കുറേ കഴിയുമ്പോൾ വീണ്ടും അവർ ആ ചുമടെടുത്തുകൊണ്ട് പോകും. അപ്പോൾ ആ തലച്ചുമട്ടുകാർക്ക് അത്താണികൾ എങ്ങനെ ഉപകാരപ്പെടുന്നുവോ അതേപോലെ ഈ ജീവിതയാത്രയിൽ ഈ ജീവിതഭാരത്തെ ഇറക്കി വച്ച് വിശ്രമിക്കാൻ, ജീവിത സുഖം, യാത്രയുടെ സുഖം ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ ജീവിതഭാരത്തെ ഈശ്വരപാദത്തിൽ ഇറക്കി വയ്ക്കണം. എന്നിട്ട് ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥഗാനി ഗായൻ വിലജ്ജോ വിചരേതസംഗ. ഭഗവാന്റെ അതീവ ശ്രേഷ്ഠമായ അവതാരങ്ങളെയും അവതാരലീലകളെയും കേട്ട് ജന്മകർമ്മങ്ങളെ അനുസരിക്കുന്ന തിരുനാമങ്ങൾ ലജ്ജ കൂടാതെ ഗാനം ചെയ്തും ഒന്നിലും ഒരു ആസക്തിയില്ലാതെ ഈ ലോകത്തിൽ സഞ്ചരിക്കണം. പാടിക്കൊണ്ട് ലജ്ജ വിട്ട് ജീവിക്കണം. ഗോപികമാര് എങ്ങനെയാ ഭഗവാന്റെ രഥത്തിൻ്റെ പിന്നാലെ ഓടിയത്? വിസർജ്യ ലജ്ജാം ഋതുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവ ഇതി. അക്രൂരൻ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ രഥത്തിൻ്റെ പിന്നാലെ ഓടിയത് ലജ്ജ ആരെങ്കിലും കാണുമോ?
ഒരു സംശയം അവർക്ക് അങ്ങനെ ഒരു ലജ്ജ ഉണ്ടായില്ല. അപ്പോൾ ഒരു ലജ്ജയുമില്ലാതെ ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് ഈ ലോകത്തുകൂടി സഞ്ചരിക്കുക. അങ്ങനെ നിരന്തരമായ ഭഗവത് കഥാശ്രവണം, കീർത്തനം, മനനം, ഇത് ഭഗവത് പാദാരവിന്ദങ്ങളിൽ രതിയും ക്രമേണ ഭക്തിയും ഉണ്ടാകും. ഇത്യച്യുതാഘ്രിം ഭജതോനുവൃത്യ ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജം തത പരാം ശാന്തിം ഉപൈതി സാക്ഷാൽ. നിരന്തരമായി ഭജിക്കുന്ന ആ പരമഭക്തന് ഭഗവാനിൽ അനന്യഭക്തിയും വിഷയങ്ങളിൽ വൈരാഗ്യവും വന്ന് ഭഗവാന്റെ സ്വരൂപസ്ഫുരണവും ഒരേ സമയം സിദ്ധിക്കും. അങ്ങനെയുള്ള പരമഭക്തന് പരമശാന്തി അനുഭവിക്കാൻ സാധിക്കും. തഥാ പരാം ശാന്തി ഉപൈതി സാക്ഷാൽ. യഥാർത്ഥമായ ശാന്തി നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് താൽക്കാലിക ശാന്തി, താൽക്കാലിക സുഖങ്ങളൊക്കെയാണ്. അനുഭവിച്ചാൽ തീർന്നു പോണത് എന്നർത്ഥം. നല്ല വിശപ്പ് വന്നു, നല്ല ഭക്ഷണം കിട്ടി, കഴിച്ചു, ആ തൽക്കാലം ആ വിശപ്പ് ശമിച്ചു. പിന്നെ വിശക്കുമ്പോൾ പിന്നെയും കഴിക്കണം. ഇവിടെ അങ്ങനെയല്ല. തഥാ പരാം ശാന്തി ഉപൈതി സാക്ഷാൽ. പരമമായ ആ ശാന്തി അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് അവന് ഒരു ദുഃഖം അവനെ ബാധിക്കുകയും ചെയ്യില്ല. അങ്ങനെ ഭഗവത് കഥകൾ കേട്ടും കീർത്തിച്ചും വിചാരം ചെയ്തും ഭക്തിയുണ്ടായി ഈ ലോകവിഷയങ്ങളിൽ വിരക്തി വന്ന് ഭഗവത് അവബോധമുണ്ടായി വിരക്തി വന്ന ഒരുവന്, ഭക്തന്, ത്രിഭുവന വിഭവഖേദവേപ്യകുണ്ഠസ്മൃതിരജിതാൽപസുരാദിഭിർവിമൃഗ്യാൽ ന ചലതി ഭഗവത് പദാരവിന്ദ ലവനിമിഷാർത്ഥം അഭിയസ്സ വൈഷ്ണവാഗ്ര്യ. 3 ലോകങ്ങളിലും വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞാലും ഉത്തമ ഭക്തന് അതൊന്നും വേണ്ട, മോക്ഷം പോലും വേണ്ട. അവനൊറ്റ വിചാരമുള്ളൂ, അവനാ ഭഗവത് പാദാരവിന്ദങ്ങളെ എന്നും ഭജിക്കാൻ സാധിക്കണം. അവിടുത്തെ എപ്പോഴും ഭജിക്കാൻ സാധിക്കുക. ന ചലതി ഭഗവത് പദാരവിന്ദ ലവനിമിഷാർത്ഥം അഭിയസ്സ വൈഷ്ണവാഗ്ര്യ. ഒരു നിമിഷത്തിൻ്റെ ഒരു ഇത്തിരി നേരം പോലും, അല്പഭാഗം പോലും ഭഗവത് പാദാരവിന്ദങ്ങളെ വിട്ട് ഉത്തമ ഭക്തൻ ഒരിടത്തേക്ക് പോവില്ല. അവൻ മോക്ഷം പോലും ചോദിക്കില്ല. ന വാഞ്ചതി സുഖം മുക്തിം സാലോക്യാദി ചതുഷ്ടയം ബ്രഹ്മത്വം അമരത്വം വാ ത്വദ്വാഞ്ച മമ സേവനെ. വരോമേ ത്വൽ പദാംഭോജേ ഭക്തിർഭവതു നിശ്ചല. ഉത്തമ ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവന് സുഖമോ മോക്ഷമോ ഇതൊന്നും വേണ്ട. ഒറ്റ കാര്യമുള്ളൂ, എത്ര ജന്മങ്ങളുണ്ടായാലും അതിലൊക്കെയും അവിടത്തെ സേവിക്കാൻ സാധിക്കണേ എന്നല്ലാതെ, ആ പാദാരബിന്ദങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാകണേ എന്നല്ലാതെ ഭക്തന് വേറെ ഒരു ചിന്തയില്ല. സുദാമാവും അത് തന്നെയാണ് പ്രാർത്ഥിച്ചത്. രണ്ടുപേരും, സുദാമാവും പത്നിയും, വിഹിതമായ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഭഗവത് ഭജനം നിരന്തരമായി ചെയ്ത് ആ ഉത്തമ ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചത് ഒന്ന് മാത്രമേ ഉള്ളൂ. തസ്യൈവ മേ സൗഹൃദ സഖ്യ മൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതസ്ഥൽ പുരുഷ പ്രസംഗ. ഈ സൗഹൃദം, സഖ്യം, മൈത്രി, ദാസ്യം എന്തും ചെയ്യാൻ സാധിക്കണേ എന്നല്ലാതെ വേറെ ഒന്നും, എത്രയെത്ര ജന്മങ്ങളുണ്ടായാലും അപ്പോഴൊക്കെയും അവിടത്തെ സേവിക്കാൻ സാധിക്കണേ എന്നല്ലാതെ മോക്ഷം പോലും സുദാമാവും ചോദിച്ചില്ല, വൃത്രാസുരനും ചോദിച്ചില്ല. ഇനി ഒരു ജന്മം അവിടെ നിന്ന് എനിക്ക് തന്നാൽ ഈ ലോകവിഷയങ്ങളിലൊന്നും എൻ്റെ മനസ്സ് പോകാതെ അവിടത്തെ തന്നെ സേവിക്കാൻ സാധിക്കണേ, ഗൃഹാദികളിൽ എൻ്റെ മനസ്സ് പോകല്ലേ. സ്വമായയാ ആത്മാത്മജ ദാരഗേഹേഷു ആസക്ത ചിത്തസ്യ നാഥ പോയാൽ.
ആസക്തി ഭഗവാങ്കലോടാവട്ടെ, മറ്റുള്ള വിഷയങ്ങൾ ഉണ്ടാകല്ലേ ഭഗവാനെ, ഇനിയൊരു ജന്മം തന്നാലെന്ന് വൃത്രാസുരനും പ്രാർത്ഥിച്ചു. ഇതാണ് ഉത്തമ ഭക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലോകസുഖങ്ങളൊന്നും പിന്നെ വേണ്ട. നിത്യാനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് പിന്നെ എന്തിന് ലൗകിക സുഖമെന്നാണ് ചോദ്യം. ഒരിക്കലും നശിക്കാത്ത പരമാനന്ദം അനുഭവിക്കുന്ന ഒരാൾക്ക് അതിനേക്കാൾ താഴെയുള്ളൊരു സുഖം അനുഭവിക്കാൻ പിന്നെ മോഹം ഉണ്ടാവുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിൽ വേണ്ടതുപോലെ ഭക്തി ഉറയ്ക്കാത്തതാണ് ഈ മറ്റുള്ള ഓരോരോ വിഷയങ്ങളും നമ്മളെ കിടന്ന് ആക്രമിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പരവശപ്പെട്ടുകൊണ്ട് നടക്കാൻ കാരണം എന്ന് പറഞ്ഞു കൊടുത്തു. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാൽ ഹരിരവശാഭിഹിതോപ്യഖൗഖനാശ പ്രണയരശനയാ ധൃതാംഘ്രിപത്മ സഭവതി ഭാഗവത പ്രധാന ഉക്ത. കരഞ്ഞുകൊണ്ടാകട്ടെ, അവശത കൊണ്ട്, ഏതു വിധത്തിലാണെങ്കിലും ഭഗവാങ്കൽ മനസ്സുറപ്പിച്ച് ഒരു തവണയെങ്കിലും ആ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് വിളിച്ചിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവൻ്റെ സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നു സർവേശ്വരനായ ഭഗവാൻ. ആർക്കാണോ അല്ലെങ്കിൽ ആരാണോ ഭക്തിയാകുന്ന ചരടുകൊണ്ട് ഭഗവാനെ ഹൃദയത്തിൽ തളച്ചിടുന്നത്, ആ ഭഗവത്പാദാരവിന്ദങ്ങളെ ഭക്തിയാകുന്ന ചരടുകൊണ്ട് ആർക്കാണോ തൻ്റെ ഹൃദയത്തിൽ തളച്ചിടാൻ പറ്റണത്, അവനാണ് പരമഭാഗവതനെന്ന് വിളിക്കാൻ അർഹതയുള്ളയാൾ. പ്രണയരശനയാ ധൃത അംഘ്രിപത്മ സഭവതു ഭാഗവത പ്രധാന ഉക്ത. അപ്പോൾ ഉത്തമ ഭാഗവതനെന്ന് വിളി കേൾക്കാൻ അർഹതയുള്ളത് ആർക്കാണ്? ആർക്കാണോ തൻ്റെ ഹൃദയത്തിൽ ഭഗവത്പാദാരവിന്ദങ്ങളെ ഭക്തിയാകുന്ന ചരട് കൊണ്ട് തളച്ചിടാൻ സാധിക്കണത്, അയാളാണ് ഉത്തമ ഭാഗവതൻ. പണ്ട് വില്ലുവങ്കലം സ്വാമിയാർ നദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ തൊട്ടടുത്ത് വന്ന് നോക്കിയിരിക്കുന്നതാണ്. സ്വാമിയാരെ, എനിക്ക് ആ വെണ്ണ ഇഞ്ഞ് തന്നാൽ എനിക്ക് പോകാൻ ധൃതിയായി, വേറെ പലരും എനിക്ക് വെണ്ണ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാമിയാർ ഇത്ര വൈകിയാൽ പറ്റില്ല. ഉണ്ണി, എല്ലാത്തിനും ഒരു ക്രമമുണ്ട്, കുറച്ച് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ, അവിടെ ഇരിക്കൂ, ഇത്തിരി ക്ഷമിക്കൂ. സ്വാമിയാരെ, ഞാൻ പോവൂട്ടോ, എനിക്ക് പെട്ടെന്ന് തന്നില്ലെങ്കിൽ. ഉണ്ണിക്കണ്ണനോട് എന്താ പറഞ്ഞത്? ഉണ്ണി, എൻ്റെ മുന്നിൽ നിന്ന് ഉണ്ണിക്ക് ചിലപ്പോൾ പോകാൻ പറ്റും, പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് പോകാൻ പറ്റുമോ? അതാണ് ഈ ഉള്ളിലുണ്ടാവണം, പുറമേ അല്ല, ഉള്ളിലാണ് വേണ്ടത്. ആ ഉള്ളിൽ തളച്ചിടാൻ സാധിക്കണം. ആർക്കാണോ അങ്ങനെ തളച്ചിടാൻ സാധിക്കണത്, അവനാണ് ഉത്തമനായ ഭാഗവതൻ എന്ന് വിളി കേൾക്കാൻ അർഹനെന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ടാമത്തെ അധ്യായവും അവിടെ പൂർത്തീകരിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നിരന്തരമായ ഭഗവത് കഥാശ്രവണ കീർത്തന മനനാദികൾ കൊണ്ട് ഉത്തമ ഭക്തി കൈവരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സംശയം, ഈ ഭക്തി എത്ര തരത്തിലുണ്ട്? ഭക്തന്മാരെത്ര തരത്തിലുണ്ട്? പറഞ്ഞു, 3 തരത്തിലാണ് ഭക്തന്മാർ. പ്രാകൃത ഭക്തൻ, മധ്യമ ഭക്തൻ, ഉത്തമ ഭക്തൻ. അതായത് പ്രാകൃത ഭക്തി, മധ്യമ ഭക്തി, ഉത്തമ ഭക്തി. ഇങ്ങനെ 3 തരത്തിലാണ് ഭക്തിയും ഭക്തന്മാരും എന്ന് പറഞ്ഞു. ഭക്തിയുടെ ആരംഭദശയാണ് പ്രാകൃത ഭക്തി. ഭഗവാനെ പൂജിക്കും, പ്രതിമയിൽ ബിംബത്തിൽ മാത്രം അർച്ചന ചെയ്യും പ്രാകൃത ഭക്തൻ. അതായത് ആ ബിംബത്തിൽ മാത്രമാണ് ഈശ്വരൻ എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരവസ്ഥയാണ്, അതിനെ മാത്രം പൂജിക്കുന്ന ഒരവസ്ഥയാണ്
ഭക്തിയുടെ പ്രഥമ ദശ, അതാണ് പ്രാകൃതം പിടിച്ചല്ല, പ്രഥമ ദിശ, ആദ്യത്തെ അവസ്ഥ. വിഗ്രഹത്തിലല്ലാതെ വേറെ ഒരിടത്തും അയാൾക്ക് ഈശ്വരനുണ്ടെന്നൊരു തോന്നൽ ഇല്ല. അതുകൊണ്ട് ആ വിഗ്രഹത്തെ മാത്രം പൂജിക്കുന്ന അവസ്ഥ, അത് ഭക്തിയുടെ പ്രാരംഭദശയാണ്. ഇനി മധ്യമ ഭക്തിയുണ്ട്, അതിനേക്കാൾ കുറച്ചുകൂടി ഉയർന്ന അവസ്ഥയാണ്. ഭഗവാങ്കൽ പ്രേമം, ഭഗവത് ഭക്തന്മാരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കൽ, തങ്ങളോട് ശത്രുത പെരുമാറുന്നവരോടും പോട്ടെ എന്ന് വിചാരിച്ച് ഉപേക്ഷാബുദ്ധിയോടുകൂടി പെരുമാറാൻ സാധിക്കൽ, ദൈന്യത അനുഭവിക്കുന്നവരോട് അനുകമ്പ, ഭഗവത് കഥകൾ കേൾക്കാനും കീർത്തിക്കാനും തോന്നുന്നൊരവസ്ഥ, ഇത് മധ്യമ ഭക്തി. അതായത് പ്രാരംഭദശയിൽ നിന്ന് ഭഗവാന്റെ മഹിമ അറിയാനും ഭക്തന്മാരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് ഭഗവാനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാനും ഒക്കെ തോന്നുന്ന ഒരവസ്ഥയാണ് മധ്യമ ഭക്തി. ഇനി മൂന്നാമത്തെ പടിയാണ് ഉത്തമ ഭക്തി. ഉത്തമ ഭക്തന് ഇന്ന വർണ്ണത്തിൽപ്പെട്ടയാളെന്നോ ഇന്ന ആശ്രമസ്ഥനെന്നോ വ്യത്യാസമില്ല. വർണ്ണ ആശ്രമ വ്യത്യാസം ഇല്ല. അതായത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വ്യത്യാസമില്ല. ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി എന്നൊരു വ്യത്യാസവും ഇല്ല. എല്ലാം ഈശ്വരമയം. യാതൊന്നു കാണുവതു നാരായണ പ്രതിമ. ഈ ഉത്തമ ഭക്തിയിലേക്കാണ് എത്തേണ്ടത്. യൽ കിഞ്ചിൽ ദൃശ്യതേ ദൃശ്യം വർണ്യതേ സ്മര്യതേ ജയൽ തൽ സർവം വിശ്വരൂപം ഹി നാന്യതസ്തേതി കിഞ്ചന. തൽ സർവം വിഷ്ണുരൂപം ഹി, അതെല്ലാം ആ ഭഗവാന്റെ രൂപമാണ്. ഈ കാണുന്നതും കണ്ണിനും കാതിനും നാവിനും മനസ്സിനും ഒക്കെ വിഷയീഭവിക്കുന്നതൊക്കെയും ഭഗവന്മയമായിട്ട് അനുഭവിക്കുന്ന തോന്നുന്നൊരവസ്ഥയാണത്. അതായത് കണ്ടതിൽ കൊണ്ടൽ നേർവർണ്ണനെ കാണാൻ കഴിയുന്നൊരവസ്ഥ. ഇതാണ് ഉത്തമ ഭക്തി. ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വർണ്ണ ആശ്രമഭേദം ഇല്ല ആൾക്ക്. അപ്പോൾ നമുക്കിതൊക്കെ തോന്നുന്നതിന് കാരണം ആ ഉത്തമ ഭക്തി ഉറക്കാത്തതാണ് എന്നർത്ഥം. ആ ഭക്തി ഉറച്ചു കഴിഞ്ഞാലോ ആനന്ദ നിർവൃതി അനുഭവിക്കും. ക്വചിത് രുദന്തി അച്യുത ചിന്തയാ ക്വചിൽ ഹസന്തി നന്ദന്തി വദന്തി അലൗകിക നൃത്യന്തി ഗായന്തി അനുശീലയന്തി ജം ഭവന്തി തൂഷ്ണിം പരമേത്യ നിർവൃത. നിത്യാനന്ദം, പരമാനന്ദം അനുഭവിക്കും. ബാക്കിയുള്ള ചിന്തകളൊക്കെ വിട്ട് ഭഗവാങ്കൽ മനസ്സുറച്ചിട്ട് ഭഗവത് ചിന്തയിൽ ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ നൃത്തം ചെയ്യും, ചിലപ്പോൾ അവിടെ നിന്ന് കരയും. പ്രഹ്ലാദൻ അങ്ങനെ ചെയ്തു എന്നാണ്. ആസീന പര്യടൻ അശ്നൻ ശയാന പ്രഭിപൻ ബ്രുവൻ ന അനുസന്ധത്ത ഏതാനി ഗോവിന്ദ പരിരംഭിത ക്വചിദ്രുതതി വൈകുണ്ഠചിന്താശപള ചേതന ക്വചിൽ ഹസതി തച്ചിന്ത ആഹ്ലാദ ഉദ്ഗായതി കുജിൽ നദതി ക്വചിത് ഉത്കണ്ഠോ വിലജ്ജോ നൃത്യതി കുജിൽ ക്വചിൽ തൽ ഭാവനായുക്തം തന്മയോനു ചകാരഹ. ക്വചിത് ഉൾപ്പുളകസ്തൂഷ്ണീം ആസ്തേ സംസ്പർശ നിർവൃത അസ്പന്ദ പ്രണയാനന്ദ. നമുക്ക് പറയാണ് എന്തൊക്കെയാ, എത്രയെല്ലാം. അപ്പം ചിലപ്പോൾ പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ പൊട്ടിക്കരയും, ചിലപ്പോൾ നൃത്തം വയ്ക്കും, അറിയാതെ ചുവടുകൾ വയ്ക്കും. അതിനാണ് നമ്മൾ തന്നെ അറിയാതെ ഭഗവത് ചിന്തയിൽ മുഴുകിയിട്ട് ചുവട് വയ്ക്കുന്നതിനാണ് ആനന്ദ നൃത്തം എന്ന് പറയുന്നത്. അതിന് കുച്ചിപ്പുടിയെന്നോ ഭരതനാട്യം എന്നൊന്നും അല്ല പറയണത്. ആനന്ദ നൃത്തം, ഭഗവതാനന്ദം അനുഭവിച്ചുകൊണ്ട് നമ്മൾ തന്നെ അറിയാതെ സ്വയം മറന്നും പരിസരം മറന്നും
ചെയ്യുന്ന നൃത്തം ആനന്ദ നൃത്തം. ആനന്ദ നൃത്തമാണ്. വേറെ ഒന്നിനെക്കുറിച്ചൊരു ചിന്തയില്ലാതെ അങ്ങനെ ആ ഭഗവത് ചിന്തയിൽ മുഴുകിയിട്ട് തന്നെയും പരിസരത്തെയും മറന്ന് ഈശ്വരങ്കൽ വ്യാപൃതനായിട്ട് ആ ഓരോരോ ചേഷ്ടകൾ കാണിക്കും, ചിരിക്കും, കരയും, ഭഗവാനെ പോലെ അഭിനയിക്കും. കൊതിൽ തൽ ഭാവനായുക്തം, ഭഗവാനെ പോലെ ചിലപ്പോൾ അഭിനയിച്ചു എന്നാണ്. ഇതാണ് ഉത്തമ ഭക്തി. അങ്ങനെയുള്ള ഭക്തനാണ് സമദർശിയാണ്, സമദൃക്കാണ്. എല്ലാറ്റിനെയും ഒരേപോലെ കാണും. എല്ലാറ്റിലും ആ ഈശ്വരനെ ദർശിക്കാൻ അവന് സാധിക്കും. അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു, മായയെക്കുറിച്ചാണ് ഇനി ചോദ്യം. എന്തുകൊണ്ടാണ് നമുക്കിതൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? ഭഗവാന്റെ സ്വരൂപത്തെയും ഈ യാഥാർത്ഥ്യത്തെയും തിരിച്ചറിയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? മായ കൊണ്ടാണ്. മായയ്ക്ക് രണ്ട് ശക്തി, ആവരണ ശക്തിയും വിക്ഷേപശക്തിയും. മായയുടെ ആവരണ ശക്തി കൊണ്ടാണ് ഭഗവാനെ നമുക്ക്, ആ സത്യവസ്തുവിനെ വേണ്ട വിധത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്, ആ സ്വരൂപജ്ഞാനം നമുക്ക് കിട്ടാത്തത്. അതേപോലെ തന്നെ ഈ കാണുന്നതെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് നമ്മൾക്ക് നടക്കാൻ കാരണം മായയുടെ വിക്ഷേപശക്തിയാണ്. ഈ കണ്ടതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞവർ ഈ ലോകത്ത് വളരെ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. കണ്ടതൊന്നുമേ സത്യമല്ലെന്നത് മുൻപേ കണ്ടിട്ടറിയുന്നിതു ചിലർ മാത്രമേ ഈ കാണുന്ന ദൃശ്യമായ ഈ പ്രപഞ്ചം, ഈ വസ്തുക്കളൊക്കെ നശ്വരമാണെന്ന് തിരിച്ചറിഞ്ഞവർ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഈ ജഗത്ത് മിഥ്യയാണ്, സത്യം ബ്രഹ്മം മാത്രമാണ് എന്നറിഞ്ഞവർ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ജഗത്ത് സത്യമാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള കാരണം മായയുടെ വിക്ഷേപശക്തിയാണ്. ഭഗവത് സ്വരൂപജ്ഞാനം നമുക്ക് വേണ്ട വിധത്തിൽ കിട്ടാത്തത് ആവരണശക്തി കൊണ്ടാണ്. ഈ ആവരണശക്തിയെയും വിക്ഷേപശക്തിയെയും ജയിക്കണമെങ്കിൽ ഭഗവത് പാദാരവിന്ദങ്ങളിൽ ഉത്തമമായ ഭക്തി തന്നെ വേണം. നിരന്തരമായ ഭഗവത് സ്മരണ കൊണ്ട് മാത്രമേ അതുണ്ടാകൂ എന്ന് കാണിച്ചു കൊടുത്തു. ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്ന വസ്തുവല്ല ഭഗവത് സ്വരൂപം. വാക്കുകൊണ്ട് വർണ്ണിക്കാനോ ബുദ്ധി കൊണ്ട് ആലോചിച്ചറിയാനോ പറ്റിയതല്ല. എന്നാൽ നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്ധക്കരണവും പ്രാണനും ആ വസ്തുവിൻ്റെ, ആ ഭഗവാന്റെ, ആ പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമേ പ്രവർത്തിക്കൂ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വതാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. അപ്പം ഏതൊരു പുരുഷൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണോ ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണത്, ഇത് ചൈതന്യമുള്ളതായിട്ടിരിക്കണത്, ആ വസ്തുവിനെ അറിയാൻ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കില്ല. അതിനെ അറിയണമെങ്കിൽ
നിരന്തരമായ ഈശ്വരോപാസന കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ എന്ന് കാണിച്ചു കൊടുത്തു. ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സാക്ഷാത്തായിട്ട് വർത്തിക്കുന്ന വസ്തുവാണ് ആ പരമാത്മാവ് എന്നറിയണം. നമ്മളൊക്കെ വിശ്രമിക്കുമ്പോഴും എപ്പോഴും ഉണർന്നിരിക്കണു നമ്മുടെ ക്ഷേമത്തിനായിക്കൊണ്ട്. അങ്ങനെയുള്ള പരമാത്മാവിന് ജനനവുമില്ല, മരണവുമില്ല. ആ ഭഗവാനെ, ജനന മരണങ്ങൾക്ക് അതീതനായ ഭഗവാനെ ഭക്തിയോടെ ഭജിച്ചാൽ ചിത്തശുദ്ധി കൈവരും. ശുദ്ധമായ അന്തരംഗത്തിൽ ആ ചിത്തത്തിൽ ഈശ്വര സ്വരൂപം പ്രകാശിക്കുകയും ചെയ്യും. ധർമാനുഷ്ഠാനത്തിൽ ശുദ്ധമായ അന്തരംഗത്തിൽ ഭഗവാൻ പ്രകാശിക്കുക തന്നെ ചെയ്യും. ആ ജ്ഞാനവും പ്രകാശിക്കും. അപ്പോൾ നമുക്ക് ആ സ്വരൂപജ്ഞാനം അനുഭവപ്പെടും. ഈ കണ്ടതൊന്നും യാഥാർത്ഥ്യമല്ല എന്ന ബോധവും നമുക്ക് ഉണ്ടാകും. അതിന് മായയെ അതിജീവിക്കുക തന്നെ വേണം. അതിന് ഭക്തിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നും കാണിച്ചു കൊടുത്തു. കർമ്മയോഗത്തെക്കുറിച്ച് ചോദിച്ചു. കർമ്മം തന്നെ 3 തരം: കർമ്മം, അകർമ്മം, വികർമ്മം. 3ആയിട്ട് തിരിച്ച് ചിന്തിക്കാൻ പറഞ്ഞു. ചെയ്യണമെന്ന് വേദം അനുശാസിക്കുന്നത് കർമ്മം. അകർമ്മം എന്ന് പറഞ്ഞാൽ വേദം അനുശാസിക്കുന്ന കർമ്മം ചെയ്യാതിരിക്കല്. വികർമ്മം എന്ന് പറഞ്ഞാൽ നിഷിദ്ധ കർമ്മങ്ങൾ ആചരിക്കല്. അപ്പോൾ വിധിവിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് കർമ്മം, അത് ചെയ്യാതിരിക്കല് അകർമ്മം, നിഷിദ്ധകർമ്മങ്ങൾ ആചരിക്കല് വികർമ്മം. ഇനി ഇതുകൊണ്ട് 3 കൊണ്ട് എന്താ ഫലം എന്ന് പറഞ്ഞു. വിഹിതമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആത്മീയമായ ആധ്യാത്മികമായ ഉയർച്ച അവനുണ്ടാകും. അത് ചെയ്യാതിരുന്നാൽ അകർമ്മികൾക്ക് ഉയർച്ചയുണ്ടാവില്ല, താഴ്ചയുണ്ടാവില്ല. അവരങ്ങനെ തന്നെ നിൽക്കും, മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല. വികർമ്മികൾ അങ്ങനെയല്ല, അവർ അധപ്പതിക്കും. എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും വികർമ്മികൾ ചെയ്യരുതാത്തത് ചെയ്താൽ അധപ്പതനം ഉണ്ടാകും. 100 യാഗം ചെയ്ത് ഇന്ദ്രപദത്തിൽ എത്തിച്ചേർന്ന നഹുഷൻ വേണ്ടാത്ത വിചാരം കൊണ്ട് ഇന്ദ്രാണിയെ പത്നിയായി കിട്ടണമെന്ന ചിന്ത വന്നതോടുകൂടി ആ ഇന്ദ്രപദത്തിൽ നിന്നും താഴേക്ക് പതിച്ചു, സർപ്പമായി മാറി. ഇപ്പം 100 യാഗം ചെയ്ത ഫലം എവിടെ പോയി? അതിനേക്കാളൊക്കെ വലുതാണ്. അതിൻ്റെ ആ മുഴുവൻ പുണ്യത്തെയും നശിപ്പിച്ച് പിന്നെ ദുരിതം അനുഭവിക്കേണ്ടിയും വന്നു. വേണ്ടാത്ത ചിന്ത വന്നില്ല ഉള്ളിലേക്ക് വന്നതോടുകൂടി. അപ്പോൾ ആധ്യാത്മികമായ അധപ്പതനമുണ്ടാകും നിഷിദ്ധ കർമ്മങ്ങൾ ആചരിച്ചാൽ എന്ന് ആ കഥ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെ കർമ്മങ്ങൾ, ഏത് കർമ്മമാണെങ്കിലും അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അന്ധക്കരണ ശുദ്ധിയാണ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊക്കെ നിർത്തി ഭഗവാൻ ഭജനം ചെയ്ത് നിരന്തരമായ ഈശ്വര വിചാരത്തോടുകൂടി മുക്തി നേടുകയാണ് വേണ്ടത്. ഏത് കർമ്മമാണിത്, അതിൻ്റെ ഫലമെന്ന് പറയുന്നത്
ആന്തരിക ശുദ്ധിയാണ്, അന്ധക്കരണ ശുദ്ധിയാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സിൻ്റെ ജോലി കഴിഞ്ഞ ദിവസം ചോദ്യം ചോദിച്ചിരുന്നു. എന്താ മനസ്സിന്? മനസ്സ് സങ്കല്പമാണ്. ഓരോന്ന് ചിന്തിച്ചു കൂട്ടണത് ഈ മനസ്സാണ്. മനസ്സിൻ്റെ ജോലി സങ്കല്പമാണ്. ബുദ്ധിയുടെ ജോലി നിശ്ചയിക്കലാണ്. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഏത് ചെയ്യണം, ഏത് ചെയ്യണ്ട എന്ന് തീരുമാനമെടുക്കുന്നത് ബുദ്ധിയാണ്. അഹങ്കാരം എന്ന് പറഞ്ഞ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ 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 എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അഹം മമ, ഇത് പോണം. ചിത്തത്തിൽ അനുസന്ധാനം ചെയ്യലാണ്. ഇങ്ങനെ ഓരോന്നിനും ഓരോന്നാണ്. അപ്പം ഈ 4 കാര്യങ്ങൾ നേരെയായാൽ, ചിന്തകൾ നേരെയായാൽ ബുദ്ധി നേരായതിനെ നിശ്ചയിക്കൂ. അഹങ്കാരം വിട്ട് ഭഗവാൻ വിചാരത്തിലുറച്ചാൽ ഈ അന്ധക്കരണ ശുദ്ധി വരിക തന്നെ ചെയ്യും. അപ്പം ഏതൊരു വലിയ കർമ്മമാണെങ്കിലും മഹായാഗങ്ങളിലൊക്കെ പറയും, വെളുത്ത കുതിരയെക്കൊണ്ട് വായവ്യയജ്ഞം ചെയ്തു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? വേറൊന്നുമല്ല, ഇത് ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേക്കും അന്ധക്കരണ ശുദ്ധി വന്ന് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ, സന്തോഷിക്കാൻ സാധിക്കുന്ന അവസ്ഥ വരുന്നതാണ്. ഈ കർമ്മങ്ങളുടെ ഫലം എടുത്തു പറയണത് ഏതുപോലെ മാത്രമേ ഉള്ളൂ. കൊച്ചു കുട്ടികൾക്ക് കഷായം കൊടുക്കുമ്പോൾ കൊടുത്തു കഴിയുമ്പോൾ നല്ല കയ്പുള്ള കഷായം കൊടുക്കുമ്പോൾ കുട്ടി കുടിക്കില്ല. അപ്പോൾ പറയും, ഇത് കുടിച്ചാൽ ഇത് തരാമെന്ന് പറഞ്ഞൊരു കൽക്കണ്ടത്തിൻ്റെ കഷ്ണമോ അല്ലെങ്കിൽ ഇത്തിരി തേനോ കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ ആ കുട്ടി ചോദിക്കും, എനിക്ക് ഒരു കഷ്ണം കൂടെ തരുവാണെങ്കിൽ ഞാൻ 2 കഷ്ണം തരുവാണെങ്കിൽ കഴിക്കാമെന്ന് പറയും. അങ്ങനെ ആ കൽക്കണ്ടം കാണിച്ച് അല്ലെങ്കിൽ തേൻ കാണിച്ച് കുട്ടിയെ കൊണ്ട് കഷായം കുടിപ്പിക്കുമ്പോൾ അത് കുടിപ്പിക്കുന്ന അമ്മയ്ക്കറിയാം ഇത് കൽക്കണ്ടത്തിൻ്റെ മധുരം നുണയാൻ വേണ്ടിയിട്ടല്ല, കുട്ടിയിലെ രോഗം മാറാൻ വേണ്ടിയിട്ടാണ് ഈ കഷായം കുടിപ്പിക്കണതെന്നറിയാം. എന്നാൽ കുട്ടിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, രോഗം മാറണമെന്നല്ല, ഇത് കുടിച്ചാലേ ഈ കൽക്കണ്ടം കിട്ടുള്ളൂ, അതുകൊണ്ട് ഇത് കുടിക്കാം. കുട്ടിയുടെ കണ്ണ് കഷായം കുടിച്ചാൽ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് കൽക്കണ്ടം മാത്രമാണ്. എന്നാൽ അമ്മയുടെ ചിന്ത, അമ്മയുടെ ഉള്ളിലുള്ള ഫലം അതല്ല, ഈ കഷായം കുടിച്ച് രോഗമുക്തിയാണ്. ഇതേപോലെയാണ് ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം പറയുമ്പോൾ സാധാരണക്കാർ ആ ഫലത്തിൽ കണ്ണുവയ്ക്കുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ അന്ധക്കരണ ശുദ്ധിയാണ് ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങളുടെ അന്ധക്കരണ ശുദ്ധിയാകും എന്ന് പറഞ്ഞാൽ ആരും ഒരു കർമ്മം ചെയ്യാൻ മുതിരില്ല. എൻ്റെ ഉള്ളിൽ ഓനിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ആരും കർമ്മം ചെയ്യാതിരുന്നാൽ പിന്നെ എങ്ങനെ ഈ കർമ്മങ്ങൾ എങ്ങനെ നിലനിൽക്കും? അതുകൊണ്ട് ആ പ്രേരണ ചെലുത്താൻ, കർമ്മം ചെയ്യാനുള്ള പ്രേരണയ്ക്ക് വേണ്ടി അതിൻ്റെ ഫലത്തെ പറയുന്നു എന്ന് മാത്രം. എന്നാൽ യഥാർത്ഥ ഫലം അതല്ല എന്നുകൂടി കാണിച്ചു കൊടുത്തു. കൽക്കണ്ടം കാണിച്ച് കുട്ടി കഷായം കുടിച്ചാലും കുട്ടിയിലെ രോഗം മാറും. മാറിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി ഇനി കഷായം കുടിക്കണ്ടേ, എനിക്ക് കൽക്കണ്ടം തരൂ എന്ന് പറയുമ്പോൾ, മോനെ ഇനി കഷായം വേണ്ട, അസുഖമൊക്കെ മാറി, ഒരു കുഴപ്പമില്ല, സുന്ദര കുട്ടപ്പനായി എന്ന് പറഞ്ഞ് കഷായം കുടിക്കൽ നിർത്തി, കൽക്കണ്ടം കൊടുക്കൽ നിർത്തി. അപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണയ്ക്ക് വേണ്ടിയിട്ടാണ് കർമ്മങ്ങളുടെ ഫലത്തെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്തു. അപ്പം ആ കർമ്മഫലത്തിൽ പ്രലോഭിതനായിട്ട് ഇങ്ങനെയുള്ള യാഗങ്ങൾ, യജ്ഞങ്ങൾ, ഹോമാദികൾ, പൂജാദികളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഫലത്തിൽ കണ്ണുവച്ചിട്ടാണെങ്കിൽ പോലും അവൻ്റെ പാപം ശമിക്കും. മനോമാലിന്യങ്ങൾ, രാഗദ്വേഷാദികളൊക്കെ മാറും. രോഗം
മാറുന്നതുവരെ കഷായം കുടിച്ചാൽ മതി. അതേപോലെ തന്നെ മനോമാലിന്യം നീങ്ങുന്നതുവരെ, അന്ധക്കരണ ശുദ്ധി കൈവരിക്കുന്നതുവരെ മാത്രം ഈ വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ മതി. പിന്നീട് വേണ്ടത് ഭഗവത് ഭജനം ചെയ്ത് മുക്തി നേടലാണ്, ഈശ്വര സാക്ഷാത്കാരം നേടലാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ താന്ത്രികമായ കർമ്മങ്ങളെക്കുറിച്ച് ചെറുതായിട്ട് ചോദിച്ചു. അതിനി 27-ാമത് അധ്യായത്തിൽ ക്രിയായോഗത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇവിടെ ചുരുക്കി പറഞ്ഞു കൊടുത്തു. ഒരു പ്രതിമയിൽ, ഭഗവാന്റെ വിഗ്രഹത്തിൽ അല്ലെങ്കിൽ പത്മത്തിൽ മന്ത്രം ജപിച്ച് ഭഗവാനെ ആവാഹിക്കുക. അതിന്മേൽ ജലം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം എന്നീ 5 പദാർത്ഥങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക. ഈ ശരീരം പഞ്ചഭൂതാത്മകമാണ്. അതുകൊണ്ടാണ് 5 തരത്തിലിവിടെ അതിനെ പൂജിക്കണം എന്ന് പറയാനുള്ള കാരണം, അർച്ചന ചെയ്യണമെന്ന് പറഞ്ഞാൽ കാരണം. അതായത് പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ടാണ് ജലം, ചന്ദനം, പുഷ്പം, ധൂപം, ദീപം ഇവിടെ പറഞ്ഞത്. ജലത്തിന് ജലം തന്നെ. ചന്ദനം ഭൂമിയുടെ പ്രതീകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. പുഷ്പം ആകാശത്തിൻ്റെ പ്രതീകമായിട്ടാണ്. ധൂപം വായുവിൻ്റെ പ്രതീകമായിട്ടും ദീപം അഗ്നിയുടെ പ്രതീകവുമായിട്ടാണ്. അങ്ങനെ ജലചന്ദന പുഷ്പധൂപദീപാദികളെ കൊണ്ട് 3 പ്രാവശ്യം മൂലമന്ത്രം ജപിച്ച് ജലചന്ദനാദികൾ കൊണ്ട് അർച്ചന നടത്തണം. ഈ സ്ഥൂല ശരീരത്തിന് അകത്ത് ഒരു സൂക്ഷ്മ ശരീരവും, സൂക്ഷ്മ ശരീരത്തിൻ്റെ മറ്റൊരു പേരാണ് ലിംഗശരീരവും, അതിന് നിമിത്തമായ അവിദ്യാമയമായ കാരണശരീരവും ഉണ്ട്. അപ്പം 3 പ്രാവശ്യം മൂലമന്ത്രം ജപിച്ച് ജലചന്ദനാദികൾ കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ ഈ 3 ശരീരവും ഭഗവാന് സ്വയം സമർപ്പിക്കുന്നതായിട്ട് ഭാവന ചെയ്യണം. അതായത് പരിപൂർണമായ ആത്മസമർപ്പണമാണ് താന്ത്രിക കർമ്മം അല്ലെങ്കിൽ പൂജാവിധി. അപ്പോൾ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഈ 3 ശരീരങ്ങൾക്കും പരിപൂർണമായ പരിശുദ്ധി ഉണ്ടാവണം. അതേപോലെ പരിപൂർണമായ സമർപ്പണവുമാണ് കാണിക്കേണ്ടത്. അങ്ങനെ അതിൻ്റെ പൊരുൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ഇനി അതിനെ വിസ്തരിച്ച് ക്രിയായോഗത്തെ പിന്നീട് പറയും. അവതാര ലീലകളെയൊക്കെ എന്ന് ചുരുക്കി പറഞ്ഞു കേൾപ്പിച്ചു. നരനാരായണന്മാരുടെ മഹിമ ഇവിടെ പറഞ്ഞു കൊടുത്തു. പണ്ട് നരനാരായണ മഹർഷിമാരാണ്. അവർ ഏകാഗ്രമായി തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തപസ് മുടക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ അനവധി അപ്സരസുകളെയൊക്കെ പറഞ്ഞു വിട്ടു. കാമദേവനോടും കൂടി പാട്ടും നൃത്തമൊക്കെ തുടങ്ങി. കുറേ കഴിഞ്ഞ് കിട്ടും ഇവർക്ക് യാതൊരു മനസ്സിനൊരു ചാഞ്ചല്യം വരണില്ല, തങ്ങളിലൊരു ഭ്രമം തോന്നാതിരുന്ന് ഇപ്പോൾ അവർക്ക് പേടി തോന്നിയെന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരെ വിളിച്ച് ഇരുത്തി സൽക്കരിച്ചു എന്ന് കഥ നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ പോലും അപ്പോൾ എന്താണ്, അവർ പേടിച്ചു, ഞങ്ങളെ ശപിച്ചാലോ എന്ന് പേടിച്ചു പോയി. ഈ മഹർഷിമാരിൽ കാമം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സുന്ദരിമാർ വന്ന് നൃത്തമൊക്കെ ചെയ്തത്. തങ്ങളിൽ മോഹം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ക്രോധവും ഉണ്ടായില്ല. അപ്പം കാമത്തെയും ക്രോധത്തെയും
നരനാരായണ മഹർഷിമാര് തപസ്സുകൊണ്ട് ഈശ്വര വിചാരം കൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല സ്വന്തം ശരീരത്തിൽ നിന്ന് അനവധി സുന്ദരിമാരെ നിമിഷനേരം കൊണ്ട് സൃഷ്ടിച്ച് അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ ലജ്ജ കൊണ്ട് തല താഴ്ത്തി. സ്വർഗസുന്ദരിമാർ തല താഴ്ത്തി എന്നാണ്. അതിലേറ്റവും വലിയ സുന്ദരിയാണ് ഉർവശി. ആ നരനാരായണന്മാർ ഉർവശിയെ സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു. തങ്ങളുടെ തപസ് മുടക്കാൻ വേണ്ടി, ദ്രോഹിക്കാൻ വേണ്ടി വന്നവർക്ക് സമ്മാനം കൊടുത്ത് പറഞ്ഞയച്ചു. അതായിട്ട് ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ പോലും തിരിച്ചുപദ്രവിക്കാൻ തോന്നാത്ത ഒരവസ്ഥ സാധിക്കുമായിരുന്നിട്ടും നമുക്ക് സാധിക്കാത്തതുകൊണ്ട് പലരെയും തിരിച്ചൊന്നും ചെയ്യണില്ല. അപ്പം സാധിക്കുന്നൊരവസ്ഥയിൽ പോലും പോട്ടെ എന്ന് വിചാരിക്കുക മാത്രമല്ല, അവരെ സമ്മാനം കൊടുത്ത് പറഞ്ഞയക്കാനും സാധിച്ചു ഇവർക്ക്. ഇത് തപസ്സിൻ്റെ നരനാരായണന്മാരുടെ മഹിമയാണ് എന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഉപാസന മാർഗം ഓരോന്നായിരിക്കാം. സ്വന്തം മാർഗത്തിലൂടെ ഭഗവാനെ ഉപാസിച്ച് ചിത്തശുദ്ധി നേടി മനുഷ്യർ മുക്തിമാർഗത്തിലേക്ക് നീങ്ങുക തന്നെ വേണം. എന്താണോ നമ്മളുടെ രീതി, ആ രീതിക്കനുസരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങണം എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം അടുത്തൊരു ചോദ്യം, വേദവും അധ്യാത്മശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച പലരും ഭഗവത് ഭജനം ചെയ്യാതിരിക്കുന്നത് കാണണമല്ലോ, അവരുടെ സ്ഥിതി എന്താവും? ഒറ്റ വാക്കിന് പറഞ്ഞു, അവർക്കൊരിക്കലും ഇതൊക്കെ പഠിച്ചെങ്കിലും അതൊന്നും വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കാത്തവർക്ക് ഒരിക്കലും മനഃശാന്തി കിട്ടില്ല. അവർ ഭക്തന്മാരെ പരിഹസിക്കണു, നിന്ദിക്കണു, സുഖലോലുപതയിൽ കഴിയണു, മദ്യസേവ, മാംസഭക്ഷണം, സ്ത്രീ സേവ, ഇതിലൊക്കെ അവർ മുഴുകിയിരിക്കണു. ഇക്കൂട്ടര് ഇത്രയൊക്കെ പഠിച്ചിട്ടും അവർ ഈ സുഖലോലുപതയിൽ കഴിയണു. ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന് ആരെങ്കിലും അവരെ ഉപദേശിച്ചാൽ അവർ വാദിക്കാനും തുടങ്ങും. വേദവിഹിതമാണിതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെയാണ് ഇങ്ങനെയൊക്കെ പറയണത്, വാദിക്കണത് എന്നർത്ഥം. യജ്ഞപശുവിൻ്റെ മാംസം പ്രസാദമെന്ന നിലയ്ക്ക് മാത്രം സ്വീകരിക്കാം. വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മാംസം ഭക്ഷിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, പ്രസാദമെന്ന വിധത്തിൽ യജ്ഞപശുവിൻ്റെ മാംസം സ്വീകരിക്കാം. മദ്യം ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം പറയാണ്, സൗത്രാമണ്യ യജ്ഞത്തിലെ ഒരു ക്രിയാംഗം എന്ന നിലയിൽ അതാവാം. രതിഭോഗവും മാംസഭക്ഷണവും മദ്യസേവയും ഒക്കെ ഒഴിവാക്കുക തന്നെ വേണം. ഇതിനൊന്നും പറ്റാത്തവർ വിവാഹം കഴിച്ച് ആ ലൗകിക സുഖങ്ങളൊക്കെ അനുഭവിച്ചോളൂ, യജ്ഞം അനുഷ്ഠിക്കൂ എന്നൊക്കെ പറയണത്, സൗത്രാമണ്യം ചെയ്യാനൊക്കെ പറയണത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഭഗവത് വിമുഖന്മാരായിട്ടുള്ളവർ വാദപ്രതിവാദം ചെയ്തുകൊണ്ട് നടക്കണു. യേഷാം പുരുഷം സാക്ഷാത് ആത്മപ്രഭവമീശ്വരം ന ഭജന്തി അവജാനന്തി സ്ഥാനാൽ ഭ്രഷ്ടാ
പതന്ത്യഥാ. എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ഭഗവാനെ സേവിക്കാൻ അവസരം കിട്ടിയിട്ടും സേവിക്കാനുള്ള എല്ലാ രീതികളും അറിഞ്ഞിട്ടും അതൊന്നും ചെയ്യാതെ വേണ്ട വിധത്തിൽ ഭഗവത് ആരാധന നടത്താത്തവർ എത്ര ഉത്കൃഷ്ടമായ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും സ്ഥാനാഭ്രഷ്ടാ പതന്ത്യഥ, അവർ സ്ഥാനഭ്രഷ്ടരായി അധപ്പതിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തു. എന്നാൽ ദൂരേ ഹരികഥാ കേചിൽ ദൂരേ ജാച്യുത കീർത്തന സ്ത്രീയശൂദ്രാദയശ്ചൈവ അനുകമ്പ്യാ ഭവാദൃശാം. എന്നാൽ സ്ത്രീകൾ, ശൂദ്രന്മാർ, നിത്യവൃത്തിക്കായിട്ട് പകലന്തിയോളം പണിയെടുക്കുന്നവർ, ഭഗവത് കഥകൾ കേൾക്കാനോ കീർത്തിക്കാനോ ഒന്നും ഭാഗ്യം സിദ്ധിക്കാത്തവർ, അതിനുള്ള അറിവില്ലാത്തവർ, നാമസങ്കീർത്തനാദികൾ ചെയ്യാൻ സാധിക്കാത്തവർ, ഇവരെല്ലാം മഹാത്മാക്കളുടെ, ഭഗവാന്റെ തന്നെ പ്രതിപുരുഷന്മാരായ മഹാത്മാക്കളുടെ കരുണയ്ക്ക് അർഹരാകണു. അനുകമ്പ്യാഭവാദൃശാം, അങ്ങേപ്പോലുള്ള നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളുടെ അനുകമ്പയ്ക്ക് പാത്രീഭൂതരായിട്ട് തീരണു എന്ന് പറഞ്ഞു കൊടുത്തു. അവരുടെ നേർക്ക് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ ലോകസുഖങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും ഭഗവത് ഭജനം ചെയ്ത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് ഈ സുഖാദികളൊക്കെ അനുഭവിക്കാൻ തനിക്ക് സാധിക്കണം എന്നുള്ള വിചാരത്തോടുകൂടി അനുഭവിച്ചാൽ ക്രമേണ അവന് ഈ വിഷയസുഖങ്ങളിലെ വിരക്തി വന്ന് അവൻ അതിൽ നിന്നൊക്കെ പിന്മാറും. ഭഗവത് അനുഗ്രഹമില്ലാത്തവർക്കാണ് ഒരിക്കലും വിരക്തി വരാത്തത്. എത്ര അനുഭവിച്ചാലും പോരാന്ന് തോന്നണത് ഭഗവത് അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ്. എണ്ണിക്കുറയുന്നിതായുസ്സും മണ്ടിക്കരേറുന്നു മോഹവും. ആയുസ് ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കും. മോഹങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ജീവിതം, ഈ ജന്മം സാക്ഷാത്കരിക്കേണ്ടതാണ് എന്ന ബോധത്തോടുകൂടി പെരുമാറൂ. ആയുർനശ്യതി പശ്യതാം പ്രതിദിനം യാതിക്ഷയം യൗവനം. ഓരോ ദിവസവും ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കണു. അതിനേക്കാൾ അതിവേഗത്തിൽ യൗവനവും നശിക്കും. നിൽക്കുമോ യൗവനവും പുനരധ്രുവം. അങ്ങേയറ്റം വരെ നിൽക്കുമോ? ജീവിതകാലം മുഴുവൻ നമ്മുടെ യൗവനം നമുക്ക് നിലനിൽക്കുമോ? ഇല്ല. ഈ ശരീരം തന്നെ ഒരു ഗുരുവായിട്ട് ഇനി പറയും. ഇതിനെ തന്നെ പഠിച്ചാൽ വിരക്തി വന്ന് ഭഗവത് ഭജനം ചെയ്ത് മുക്തി നേടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരുപാട് നമ്മുടെ ചുറ്റുപാടുകളെയും ഈ ശരീരത്തെയും പഠിച്ച് അത് മനസ്സിലാക്കണം. വിഷയവാസനകളോടുകൂടിയിട്ട് മരിക്കുന്ന ഒരാൾ നരകപീഡനകൾ അനുഭവിക്കണു, വീണ്ടും ജനിക്കണു. ഈ ജനന മരണക്ലേശത്തിൽ നിന്നവൻ രക്ഷപ്പെടുന്നില്ല. അത് രക്ഷപ്പെടണമെങ്കിൽ അവന് കിട്ടിയ ജന്മം വേണ്ടതുപോലെ ഉപയോഗിച്ച് സാക്ഷാത്കരിക്കുക തന്നെ വേണം. എന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഓരോ യുഗഭേദമനുസരിച്ച്
ഭഗവാന്റെ വർണ്ണത്തിനും ഉപാസനാരീതിക്കും വ്യത്യാസമുണ്ടോ? ഉണ്ട്. കൃതയുഗത്തിൽ ഭഗവാൻ മുനിവേഷധാരിയാണ്, വെളുത്ത നിറമുള്ളതാണ്. ഏകാന്ത തപസ്സാണ് കൃതയുഗത്തിലെ ഉപാസനാരീതി, മോക്ഷമാർഗം. ത്രേതായുഗത്തിൽ ഭഗവാന്റെ നിറം ചുമപ്പാണ്, യജ്ഞമാണ്, യാഗമാണ് അപ്പോൾ ഉപാസനാരീതി. ദ്വാപരയുഗത്തിൽ ഭഗവാന് നീലനിറമാണ്, താന്ത്രിക സമ്പ്രദായമുള്ള പൂജയാണ് ആ സമയത്തെ ഉപാസനാരീതി, പൂജാതി കർമ്മങ്ങൾ. കലിയുഗത്തിൽ ഭഗവാന്റെ വർണ്ണം കറുപ്പാണ്, കലൗതൽ ഹരികീർത്തനാൽ, ഭഗവാന്റെ തിരുനാമവും നാമങ്ങളും അവതാരലീലകളും പാടി സ്തുതിക്കുക. നാമസങ്കീർത്തനാദികളാണ് മോക്ഷമാർഗം. അനവധി ഭക്തന്മാർ ഈ ദ്രാവിഡ ദേശത്തിൽ കലിയുഗത്തിൽ ഉണ്ടാകുന്നൊക്കെയാണ്. ഇത്രയൊക്കെ പറഞ്ഞ് ആ ഋഷഭദേവ പുത്രന്മാർ സത്രശാലയിൽ നിന്ന് പോയി എന്ന് ശ്രീനാരദ മഹർഷി ദ്വാരകയിൽ വച്ച് വസുദേവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് തുടർന്നു, വസുദേവരെ, അവിടുത്തെ പുത്രനെ, ഈ കൃഷ്ണനെ പുത്രനായി കണ്ടാൽ പോരാ, ഈശ്വരനായിട്ട് വിചാരിക്കണം. അങ്ങനെ ഈശ്വരഭാവത്തിൽ കണ്ട് കൃഷ്ണനെ ഉപാസിക്കൂ. അങ്ങനെ ചെയ്താൽ അങ്ങയ്ക്ക് ഒരു വിധത്തിലുള്ള ഭയവും അങ്ങയെ ബാധിക്കില്ല, അങ്ങയിൽ അവശേഷിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷി സ്ഥലം വിട്ടു. ഇനി ആദ്യ ഭാഗത്തേക്ക് കടക്കുകയാണ്. യാദവന്മാരോട് ഭഗവാൻ ഈ ശാപത്തിൽ നിന്നും മുക്തി നേടാൻ വേണ്ടി പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടൊരൊറ്റ ഓട്ടം പ്രഭാസ തീർത്ഥത്തിലേക്ക്. അവരവിടെ ചെന്ന് സ്നാനം ചെയ്ത് കയറി വന്നപ്പോൾ ശാപമൊക്കെ തീർന്നു എന്ന് കണക്കാക്കിയിട്ട് അവര് മദ്യശാലയിലേക്ക് പോയി. ഒരാളൊഴികെ ബാക്കി എല്ലാവരും അങ്ങനെ പോയി. മദ്യം സേവിച്ച് മതോന്മത്തരായി തമ്മിൽ കലഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരേ ഒരാൾ മാത്രം ഭഗവാന്റെ അടുത്തുണ്ട്. ആരാണ്? ആ ഉദ്ധവർ മാത്രം. എല്ലാവരും തീർത്ഥത്തിലേക്ക് പോയപ്പോൾ ആ തീർത്ഥങ്ങളെയും തീർത്ഥീകരിക്കുന്ന, സർവപാപങ്ങളെയും ശമിപ്പിക്കുന്ന ഈശ്വരനാണ് ഈ മുന്നിൽ നിൽക്കണമെന്ന് ആ യാദവന്മാർക്കും തോന്നിയില്ല. ഈ ഭഗവത്പാദങ്ങളെ ആശ്രയിക്കാൻ അവർക്ക് തോന്നിയില്ല. ഇതുകൊണ്ടാണ് ഏറ്റവും ഈ ലോകം തന്നെ ഭാഗ്യം കെട്ടതാണ്. ദുർഭഗോപത ലോകോയം യഥവോ നിതരാമപി. ഈ ലോകം തന്നെ ഭാഗ്യം കെട്ടതാണ്. അതിലേറ്റവും ഭാഗ്യം കെട്ടവരാണ് യാദവന്മാർ എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞതാണ്. എന്താണത്? ഈ യാദവന്മാർക്ക് സ്വന്തം വംശത്തിൽ സാക്ഷാൽ ജഗദീശ്വരൻ വന്ന് പിറന്നിട്ടും ആ ഭഗവാന്റെ മഹിമ അറിഞ്ഞ് ഭഗവാനെ ആശ്രയിക്കാൻ അവർക്ക് സാധിച്ചില്ല. പകരം അവര് തീർത്ഥസ്നാനത്തിന് പോയി കയറി വന്നിട്ട് മദ്യം സേവിച്ച് തല്ലി മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേ ഒരാൾ മാത്രമാണ് ഭഗവത്പാദങ്ങളെ ആശ്രയിച്ച് അവിടെ നിന്നത്. കോടിക്കണക്കിനാണ് യാദവന്മാര്, ദ്വാരകാവാസികൾ. ഒരു കണക്കൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തിസ്രകോട്യ സഹസ്രാണാം അഷ്ടാശീതി ശതാനിജ ആസൻ യദുകുലാചാര്യ കുമാരാണാം ഇതി ശ്രുതം. 3,88,00,000 ഗുരുക്കന്മാര് കുട്ടികളെ പഠിപ്പിക്കുന്നവരുടെ എണ്ണ പറഞ്ഞത്. ഏതാണ്ട് ഇന്ന് ഭാരതത്തിലുള്ള ആകമാനം ജനസംഖ്യ അന്നത്തെ വിദ്യാർത്ഥികൾ മാത്രം ഉണ്ടായിരുന്നു, ഗുരുക്കന്മാരും കൂടെ കൂടിയിട്ട്. ബാക്കിയുള്ളവരുടെ കാര്യം കിടക്കുന്നു. അത്ര ജനബാഹുല്യമുണ്ടായിരുന്നു ദ്വാരകയിൽ എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ശാപത്തിൽ നിന്നും മോക്ഷം കിട്ടാൻ ഈ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കണമെന്ന് അവർക്ക് തോന്നിയില്ല. ഏതൊന്നിനെ ആശ്രയിച്ചാൽ സർവപാപങ്ങളിൽ നിന്നും മുക്തി കിട്ടുമോ ആ വസ്തുവിനെ ആശ്രയിക്കാതെയാണ് അവര് തീർത്ഥസ്നാനത്തിന് പോയത്.
തീർത്ഥങ്ങളെ തീർത്ഥീകരിക്കുന്ന ഈശ്വരനെ ആശ്രയിച്ചില്ല. എന്നാൽ ബുദ്ധിമാനായ ഉദ്ധവർ മാത്രം ഭഗവാന്റെ പിന്നാലെ ചെന്ന് ഏകാന്തത്തിലിരിക്കുന്ന ഭഗവാനോട് വിനയപൂർവം അപേക്ഷിച്ചു. അവിടെ നിന്ന് മനുഷ്യനാട്യം വിട്ട് സ്വന്തം ധാമത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണെന്ന് തോന്നണല്ലോ. അങ്ങ് പോകുകയാണെങ്കിൽ എന്നെ കൂടി കൂടെ കൊണ്ടുപോകണേ എന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് ആദ്യം പറഞ്ഞ ഭാഗം. വീണ്ടും തുടങ്ങുകയാണ്. ഭഗവാൻ പറഞ്ഞില്ലേ, തമ്മിത്തല്ല് മരിക്കുന്നവരെ എന്തേ അവിടെ നിന്ന് തടയാത്തെന്ന് ചോദിച്ചപ്പോൾ ഉദ്ധവ, ഉണ്ടായതൊക്കെ നശിക്കും, ജനിച്ചവരൊക്കെ മരിക്കും, ഒന്നിനോടും ഒരു മമത വച്ചു പുലർത്തണ്ട. മമതാബന്ധം വച്ചാൽ വേദനിക്കുക തന്നെ ചെയ്യും. പറഞ്ഞില്ലേ? മാത്രമല്ല, അധികം വൈകുന്നതിന് മുൻപ് ഈ ദ്വാരകയും വെള്ളത്തിൽ മുങ്ങി നശിക്കും. ഞാൻ എൻ്റെ സ്വധാമത്തിലേക്ക് പോകുന്നു പറയുമ്പോഴാണ് നാഹം തവാഘ്രികമലം ക്ഷണാർത്ഥം അപി കേശവ തെക്തും സമുത്സുകേ നാഥ സ്വധാമനയമാമപി. അവിടത്തെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് അല്പം പോലും, ഒരു നിമിഷത്തിൻ്റെ പകുതി പോലും, അരനിമിഷം പോലും അവിടത്തെ വിട്ടിരിക്കാൻ എനിക്ക് സാധിക്കില്ല ഭഗവാനെ. അങ്ങ് പോകുകയാണെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു എന്നാണ്, ആർക്കും ആരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല ഉദ്ധവ. അങ്ങനെ പറയുമ്പോഴാണ്, അങ്ങ് ശരീരം ഉപേക്ഷിച്ചാൽ, ഇവിടെ നിന്ന് പോയാൽ ആ നിമിഷം കലിയുഗം ആരംഭിക്കും. ഈ കലിയുഗത്തിൽ കഷ്ടപ്പെടുന്നവരെ മോക്ഷമാർഗത്തിലേക്ക് നയിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെടുമ്പോഴാണ് ഭഗവാൻ ആ ഉദ്ധവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മോക്ഷമാർഗം ഉപദേശിക്കാൻ തുടങ്ങി. അങ്ങ് വയം ദിഹമഹായോഗിൻ ഭ്രമന്ത കർമ്മവർമ്മസു ത്വദ്വാർത്തയാ തരിഷ്യാമ സ്ഥവകൈ ദുസ്തരം തമാം സ്മരന്ത കീർത്തയന്തസ്തേ കൃതാനി ഗതിദാനി ജാം ഗത്യുൽസ്മിതേക്ഷണക്ഷേളി യന്ത്രലോകവിടംബനം. ഭഗവാനെ, മഹായോഗീശ്വര, ഈ കർമ്മമാർഗത്തിൽ ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഞങ്ങളെ ഇതിൽ ഭ്രമിച്ചുകൊണ്ട് തന്നെ അങ്ങയുടെ ഭക്തന്മാരോടുകൂടി അങ്ങയുടെ ലീലകൾ പരസ്പരം വർണ്ണിച്ച് മറ്റുള്ളവർക്ക് കടക്കാൻ പ്രയാസമായ അജ്ഞാനതപസ്സിനെയും അതിൻ്റെ ഫലമായ സംസാരത്തെയും കടന്നുകൊള്ളാം. പരസ്പരാനുകഥനം പാവനം ഭഗവത്യശ. തമ്മിൽ തന്നെ ഭഗവാന്റെ മഹിമയെ പറഞ്ഞും കേട്ടും ഈ സംസാരാന്ധകാരത്തെ കടന്നുകൊള്ളാം. അങ്ങയുടെ ദിവ്യലീലകളും ഉപദേശങ്ങളും ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന നടത്തം, മന്ദഹാസം, കടാക്ഷം, നേരം പൊക്കായ വാക്ക്, ഇതൊക്കെ സ്മരിച്ചും കീർത്തിച്ചും അനായാസേന ദുസ്തരമായി സംസാരം കടന്നുകൊള്ളാം. ഗത്യുൽസ്മിതേക്ഷണക്ഷേളി യന്ത്രലോകവിടംബനം ഏവം വിജ്ഞാപിതോ രാജൻ ഭഗവാൻ ദേവകീസുത ഏകാന്തിനം പ്രിയം ഭൃത്യം ഉദ്ധവം സമഭാഷതാം. അങ്ങനെ അല്ലയോ രാജാവേ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ ഭക്തനോട്, ഭക്തനും പ്രിയപ്പെട്ടവനും പാദദാസനുമായ ഉദ്ധവനോട് കരുണയോട് കൂടി പിന്നെ പറഞ്ഞു കൊടുത്തു ആ മോക്ഷമാർഗത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവിടെ പൂർത്തീകരിച്ചു.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ ഹരേ നാരായണ. ഭക്തി ഉള്ളിൽ വളരും തോറും അജ്ഞാന അന്ധകാരം താനെ നീങ്ങും, ഭയം താനെ വിട്ടുപോകും. അതുകൊണ്ട് ആ ഭക്തി ഉറയ്ക്കട്ടെ. ഭക്തി ഹൃദയത്തിൽ വളരും തോറും ഈ ഉള്ളിലുള്ള ഭയം താനെ പോകും. സൂര്യൻ ഉദിക്കുമ്പോൾ മഞ്ഞുതുള്ളികൾ എപ്രകാരം അപ്രത്യക്ഷമാകുന്നുവോ, അല്ലെങ്കിൽ ഇരുട്ട് എപ്രകാരം അപ്രത്യക്ഷമാകുന്നുവോ, അതേപോലെ ഭക്തി വളർന്നാൽ ഭയം താനെ പോയിക്കൊള്ളും. അതുകൊണ്ട് ആ ഭക്തിക്ക് വേണ്ടി പ്രയത്നിക്കൂ. നിരന്തരമായി ഭഗവത് വിചാരം ചെയ്യൂ. എല്ലാവിധത്തിലുള്ള ഭയത്തിൽ നിന്നും മുക്തി നേടി പരമാനന്ദം അനുഭവിക്കൂ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.